ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വ്യാഴമാറ്റം കൊണ്ട് ഏറ്റവും സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ രാശിക്കാർ ആരൊക്കെയാണ് എന്നാണ് വിചിന്തനം ചെയ്യുന്നത്. ഏതൊക്കെ രീതിയിൽ ഇവർക്ക് ഉയർച്ചകൾ ഉണ്ടാകാം. മേടം രാശിയിൽ നിന്നിരുന്ന ആ വ്യാഴം ഇടവം രാശിയിലേക്ക് പ്രവേശിച്ച് ശക്തി പ്രാപിച്ചു വരും. ഒരു വർഷത്തേനാണ് ആ വ്യാഴം ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് ഏറ്റവും നല്ല ഉയർച്ചയിലും ഭാഗ്യത്തിലും ദൈവാധീനത്തിലും എത്തിച്ചേർന്ന് കഷ്ടതകളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും ഒക്കെ കുതിച്ചുയരുന്ന നക്ഷത്രങ്ങളാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. അത് പ്രധാനമായിട്ട് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് അത്യപൂർവമായ വിജയങ്ങളാണ് വന്നു ചേരുക. സർവ അഭീഷ്ടങ്ങളും സാധിക്കുന്ന ഭാവത്തിലാണ് സർവേശ്വരകാരകനായ വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. അത് ഈ പൂയം അല്ലെങ്കിൽ പുണർത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് 9-ാം ഭാവാധിപൻ കൂടിയായതിനാൽ 10-ൽ നിന്നപ്പോൾ വളരെയധികം ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടിരുന്നവർ അതിൽ നിന്ന് മോചനം നേടുവാൻ പോകുന്നു. അത് ശനിയുടെ ബന്ധത്തിലൂടെയാണ് ആ വ്യാഴം നിന്നത്. അങ്ങനെ വളരെയധികം ഈ വ്യാഴത്തിൻ്റെ ഒരനുഭവം കിട്ടാത്ത പൂയം ആയില്യം അതുപോലെ തന്നെ പുണർത്തിൻ്റെ 4-ാം പാദക്കാർക്ക് ലോട്ടറി അടിക്കുക പോലും അനുഭവത്തിൽ വന്നു ചേരുക. അതുപോലെ അപ്രതീക്ഷിത ധനാഗമന യോഗം ഉണ്ടാകും. മറ്റൊരു രാശിക്കാരാണ് ഉത്രത്തിൻ്റെ 2, 3, 4 പാദവും അത്തവും ചിത്രയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന കന്നിരാശിക്കാർ. ഈ രാശിക്കാരും അതീവ ദുഃഖത്തിലും ദുരിതത്തിലും കഷ്ടതയിലും നഷ്ടത്തിലും ഏതൊക്കെ തരത്തിൽ ഉണ്ടായിരുന്നോ അതിൽ നിന്നെല്ലാം മുക്തി പ്രാപിച്ച് ഭാഗ്യത്തിലേക്ക് കുതിച്ചുയരും. സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും ആരോഗ്യപരമായിട്ടും സമൂഹത്തിൽ സ്ഥാനമാനങ്ങളുമൊക്കെ ഏത് രംഗത്തിൽ പ്രവർത്തിച്ചാലും ആ രംഗത്ത് ഒരു കുതിച്ചു ചാട്ടം, ഒരു ലോട്ടറി അടിക്കുക പോലെയുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട്. അത് വിദ്യാഭ്യാസ കാര്യത്തിലായാലും തൊഴിൽ കാര്യത്തിലായാലും ദാമ്പത്യ ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും എല്ലാം വളരെ വിശേഷമാണ്. മറ്റൊരു രാശിക്കാരാണ് മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഇവർക്ക് ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം. നേരത്തെ സുഖസ്ഥാനത്ത് 4-ാമിടത്ത് സഞ്ചരിച്ചിരിക്കുന്നു. അത് മധ്യമമാണ്. മധ്യമമായിരുന്നു എങ്കിൽ പോലും അതിൻ്റെ പൂർണ്ണമായ ഗുണങ്ങൾ ലഭിച്ചിരുന്നില്ല. കാരണം വ്യാഴമാറ്റത്തിൻ്റെ ആദ്യ സമയങ്ങളിൽ രാഹുവിനോട് യോഗം ചെയ്ത് അതുപോലെ ശനിയുടെ ദൃഷ്ടിയിലുമായി ശനിയുടെ ബന്ധം ഈ മേടം രാശിയിൽ നിന്നപ്പോൾ മുഴുവൻ സമയവും ഉണ്ടായിരുന്നു. എന്നാൽ ആ ശനിയുടെ ബന്ധവും രാഹുവിൻ്റെ ബന്ധവും ഒക്കെ വിട്ടുമാറി വ്യാഴം ശക്തി പ്രാപിച്ച് ഭാഗ്യസ്ഥാനത്ത് പ്രതിഭാസ്ഥാനത്ത് നിൽക്കുമ്പോൾ കലാകാരന്മാരായിരിക്കുന്നവർക്ക് ഒരു സിനിമയിലൊക്കെ ഒരു ചാൻസ് കിട്ടണമെന്ന് ആഗ്രഹിച്ച് ദീർഘകാലമായിട്ട് പുറകെ നടന്നവർ അവർക്കതിനുള്ള ഭാഗ്യം കിട്ടും. ഗവൺമെൻറ് ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ച് പുറകെ നടന്നവർക്ക് ഗവൺമെൻറ് ജോലി കിട്ടും. അങ്ങനെ ലോട്ടറി അടിക്കണമെന്ന് വിചാരിച്ച് ദീർഘകാലമായിട്ട് ലോട്ടറി എടുത്തുകൊണ്ടിരുന്നവർ ലോട്ടറി ഭാഗ്യം വന്നു ചേരും. വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം സൗഭാഗ്യം വന്നു ചേരും. ഉത്തമ സന്താന ഭാഗ്യം ഉണ്ടാകും. അങ്ങനെ ഓരോന്നോരോന്ന് പറയുക സാധ്യമല്ല. ഏത് കാര്യങ്ങൾ ആണെങ്കിലും പ്രതീക്ഷിച്ചതുപോലെ തന്നെ സൗഭാഗ്യങ്ങൾ വന്നു ചേരും ഈ മകരം രാശിക്കാർക്ക്. അതുപോലെ മറ്റൊരു രാശിയാണ് മേടം രാശി.
അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഇവർ ശനിയുടെ ബന്ധത്തിലാണ്, ദൃഷ്ടിയിലാണ്. എങ്കിലും സർവേശ്വരകാരകനും സർവസമ്പത്പ്രദാത്രിയും രാശിയുടെ ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിൻ്റെ അധിപൻ കൂടിയായ ആ വ്യാഴം തന്നാൽ ഭരിക്കപ്പെടുന്ന രണ്ടാമിടത്ത് ഒരു വർഷം നിൽക്കുമ്പോൾ ഈ ഒരു വർഷം സർവ്വവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരും. എന്തിന്? വിദേശത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കും. അത് പഠന കാര്യത്തിനായാലും തൊഴിൽ കാര്യത്തിലായാലും. വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കും. അതൊരു ലോട്ടറി അടിച്ചിട്ടായാലും സാധിക്കും. സുഹൃത്തുക്കളെ സഹായിച്ചിട്ടായാലും സാധിക്കും. ജീവിത പങ്കാളിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് സാധിക്കും. കുടുംബത്തിൽ നിന്ന് തന്നെ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുവാനും യോഗമുണ്ട്. സ്വന്തം പേരിൽ ഭൂമി വന്നു ചേരുന്നതിനും നല്ല ഗവൺമെൻറ് ജോലി കിട്ടുന്നതിനോ മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് നടക്കുന്നതിനും ഒക്കെ സർവ്വ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കരകയറി വന്നിരിക്കുന്ന നക്ഷത്രങ്ങളാണ് ഞാൻ ഈ പറഞ്ഞവയെല്ലാം. സമൂഹത്തിലും കുടുംബത്തും സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുന്നതുമാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞത് ഗോചര ഫലങ്ങളാണ്. ഈ രാശിക്കാർ ഇനിയും ഇവർക്ക് നന്മ വന്നിട്ടില്ല എങ്കിൽ ശ്രദ്ധിക്കുക. അവരവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം വെച്ചുകൊണ്ട് ഒരു ഗ്രഹനില തയ്യാർ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിന് അനിഷ്ടത അല്ലെങ്കിൽ അധിക ദോഷാവസ്ഥയുള്ള പാപന്മാരുടെ ദശാകാലമോ അപകാരമോ ആണെങ്കിൽ അതിന് വേണ്ട ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയോടും കൂടി കാര്യങ്ങൾ ചെയ്യുകയും പ്രാർത്ഥനയും വഴിപാടുകളുമൊക്കെ വേണ്ട രീതിയിൽ ചെയ്താൽ ഈ ഒരു വർഷം അപ്രതീക്ഷിതമായിട്ട് പ്രവർത്തന രംഗത്ത്, ആഗ്രഹിക്കുന്ന രംഗത്ത് ഒരു കുതിച്ച് ഉയരുവാൻ സാധിക്കും.